ഇഷ്ക്, നരിവേട്ട ഈ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് അനുരാജ് മനോഹർ. അനുരാജ് മനോഹറിൻ്റെ 2025 റിലീസ് ചെയ്ത സിനിമയാണ് നരിവേട്ട. നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം ഒരു 15 സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഈ 15 സിനിമകളിൽ 8 സൂപ്പർ ഹിറ്റും 7 ഹിറ്റും ആണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. ബാക്കി റിലീസ് ചെയ്ത 183 സിനിമകളിൽ ഈ 15 ഈ ഒരു ചാർട്ടിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ സിനിമകളും പരാജയപ്പെട്ടു എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ അവകാശവാദം. അതിന് ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അനുരാജ് മനോഹർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് നേരെ ആ പോസ്റ്റിലേക്ക് വന്നിട്ട് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ വിശകലനത്തിലേക്ക് നീങ്ങാം. ഞാൻ സംവിധാനം ചെയ്ത ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നരിവേട്ട. ഇവിടുത്തെ പ്രമുഖ പ്രൊഡ്യൂസർമാരെ എല്ലാം സമീപിച്ച് അവർ നിരസിച്ച സിനിമ കൂടെയാണ് നരിവേട്ട. ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയിൽ പ്രൊഡ്യൂസർമാരെ തേടിയുള്ള അലച്ചിൽ സ്വാഭാവികമാണെന്നുള്ള ബോധ്യത്തിൽ ആ സിനിമയോടുള്ള ഇഷ്ടത്തിൽ നടന്ന തേടലിലാണ് ഇന്ത്യൻ സിനിമാ കമ്പനി സിനിമ ചെയ്യാൻ തയ്യാറാകുന്നത്. അവരുടെ ആദ്യ നിർമ്മാണ സംരംഭമാണ് നരിവേട്ട. സിനിമ ഇറങ്ങി മാസങ്ങൾക്കിപ്പുറം പതിവ് പോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വർഷാവസാന വിധിയിൽ ഈ വർഷം 15 സിനിമകൾ മാത്രമാണ് ലാഭകരമായി തീർന്നതെന്നതാണ് നിർമ്മാതാക്കളുടെ വിധി. ഈ വിധി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സിനിമ ഒരു വ്യവസായം കൂടിയാണ്. സിനിമകളെല്ലാം അമ്പേ പരാജയങ്ങളാണ് എന്ന് മൈക്ക് കെട്ടി വിളിച്ചു കൂവുന്നവർ ഇതിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ്. പുതിയ പ്രൊഡ്യൂസർമാർ രംഗത്ത് വരാതാവുകയും കാലങ്ങളായി ഇത് കൈക്കുമ്പിളിൽ ഭരിച്ചു നിർത്താമെന്നുമാണ് വിധിക്ക് പിന്നിലെ ഉദ്ദേശമെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നിങ്ങളിത് തീരെഴുതി കൊടുക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് വൈക്കോൽ കൂനയുടെ അരികെ കെട്ടിയ പട്ടിയെപ്പോലെ തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. ഇന്ത്യൻ സിനിമാ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ സംവിധാനം ചെയ്ത നരിവേട്ട ലാഭകരമായ സിനിമയാണ്. അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ലാഭകരമാവുകയും അതേ സംവിധായകനെ വെച്ച് മറ്റൊരു സിനിമ അവർ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് സിനിമയിൽ വിരളമായി സംഭവിക്കുന്ന ഒന്നാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ അടുത്ത സിനിമയുടെ ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു വിധി ഉണ്ടാകുന്നത്. NB, ഓരോ സിനിമയും ഓരോ പോരാട്ടമാണ്. ആരും കൈപിടിച്ച് കയറ്റിയതല്ല. നടന്നു തയഞ്ഞ ചെരുപ്പുകളും വിയർത്തൊട്ടിയ കുപ്പായങ്ങളും സാക്ഷി. അധ്വാനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചോളൂ, ചവിട്ടി മെതിക്കരുത് എന്നുള്ളതാണ് അനുരാജ് മനോഹറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കുറിക്ക് കൊള്ളുന്ന പോസ്റ്റാണ്. ഭയങ്കരമായ അദ്ദേഹം ഹൃദയത്തിൽ തൊട്ട് എഴുതിയ പോസ്റ്റാണ്. എന്നാൽ അദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഈ പ്രമുഖ നിർമ്മാതാക്കളെയൊക്കെ കണ്ട് അവരെല്ലാവരും നിരസിച്ച ഒടുവിൽ ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ സിനിമയെ ഏറ്റെടുക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്തത്. ഈ സിനിമ 2025 റിലീസ് ചെയ്ത സിനിമയാണ്. മെയ് മാസത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഇത് ലാഭകരമായ സിനിമയാണ്. കണക്കുകൾ പുറത്തുവിടാൻ വരെ തയ്യാറാണെന്ന് സംവിധായകൻ അനുരാജ് മനോഹർ പറയുന്നു. ഉറപ്പായിട്ടും ഇതിന് നിർമ്മാതാക്കളെ ഇന്ത്യൻ സിനിമാ കമ്പനിയുമായി ചർച്ച ചെയ്തിട്ടായിരിക്കും അനുരാജ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ തെളിവുകൾ പുറത്തുവിടണം, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ നിർമ്മാതാക്കൾ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം അവരുടെ പൈസയിലേക്കാണല്ലോ ഇതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ വരുന്നത്. അപ്പം അവരുമായി ചർച്ച ചെയ്തിട്ടായിരിക്കും അനുരാജ് പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല അനുരാജ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. ഒരു പറ്റം ആളുകൾ നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലിപ്പത്ത് ഭരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവർ മാറരുത്, അവർ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. പുതിയ ഇൻവെസ്റ്റേഴ്സ് വരരുത്. ഇങ്ങനെ പടം പൊട്ടുന്നു എന്ന് പറഞ്ഞ് ഘോരം വിളിച്ചു കൂവി പുതിയ നിർമ്മാതാക്കളുടെ വഴി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഇങ്ങനെ നാളുകളോളം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ധാരണ എന്നുള്ളതും കൂടി അനുരാജ് പറയുന്നുണ്ട്. കൃത്യമായി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെയുള്ള ശക്തമായ വിമർശനം തന്നെയാണ് അനുരാജ് ഇത് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടന ഈ വർഷത്തിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ പ്രത്യേകിച്ച് അവർ കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയായിരുന്നു ലാഭനഷ്ട സിനിമകളുടെ കണക്കുകൾ പുറത്തുവിടുമെന്നുള്ളത്. ഒരു സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ്, അതിന് എത്ര വരവ് കിട്ടി, കേരളത്തിൽ മാത്രമുള്ള കണക്കുകളാണ്, തിയേറ്ററിൽ നിന്ന് എത്ര പണം കൊയ്തു എന്നൊക്കെ കണക്കുകൾ ഒരു സ്പ്രെഡ്ഷീറ്റിലാക്കി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് അത് പുറത്തു വിട്ടിട്ടില്ല. അതായത് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പിന്നെ പരിപാടി നിർത്തി. പക്ഷേ ആദ്യത്തെ 3 മാസം അങ്ങനെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അതിൻ്റെ അതായത് നല്ലോണം തിയേറ്ററിൽ കളക്ട് ചെയ്യാൻ പറ്റാതെ പോയ സിനിമകളുടെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒരു വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. അത് തർക്കമൊന്നുമില്ല, സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായി. പക്ഷേ പിന്നീട് അവർ നിർത്തി. ഇനിയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അത് വീണ്ടും സമഗ്രമായ ഒരു ലിസ്റ്റുമായിട്ട് 15 സിനിമകൾ മാത്രമേ ഹിറ്റായുള്ളൂ എന്ന് പറയുകയും ചെയ്തത്. അതിനാണ് അനുരാജ് മനോഹർ ഒരു മറുപടി പറയുന്നത്, എൻ്റെ സിനിമ ഹിറ്റാണ്, അപ്പോൾ എൻ്റെ സിനിമയുടെ പേരെവിടെ എന്നതും കൂടി അദ്ദേഹം പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന സിനിമയാണ് നരിവേട്ട പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി അടുത്ത സിനിമ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ പ്രൊഡക്ഷൻ കമ്പനിയായ ഇന്ത്യൻ സിനിമാ കമ്പനി വെച്ചാണ്. അതായത് ആദ്യത്തെ സിനിമ പരാജയമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ നിർമ്മാതാക്കൾ ഈ സംവിധായകനെ വെച്ച് വീണ്ടും ഒരു സിനിമ പ്ലാൻ ചെയ്യില്ലല്ലോ. നഷ്ടത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു നിർമ്മാതാവ് കൂടെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനി അനുരാജുമായിട്ട് വീണ്ടും സിനിമകൾ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലോ തീരുമാനത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ കോളാബറേഷൻ വർക്കായെന്നും ഈ നിർമ്മാതാക്കൾക്ക് അതനുസരിച്ച് ലാഭം കിട്ടിയെന്നും തന്നെയല്ലേ? അത് വ്യക്തമല്ലേ?
അപ്പോൾ ഈ കണക്കുകൾ വരെ പുറത്തുവിടാൻ തയ്യാറായ സംവിധായകനും നിർമ്മാതാവും നിൽക്കുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് മാത്രം എന്തുകൊണ്ട് നരിവേട്ട പരാജയ സിനിമയായി എന്നുള്ളതാണ് അനുരാജിൻ്റെ ചോദ്യം. ഈ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. കഴിഞ്ഞ ഒരു 24 മണിക്കൂർ ക്ലോക്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അനുരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തടുക്കാനുള്ള നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഗൂഢമായ തീരുമാനമാണിത് എന്നതുപോലും അനുരാജ് തുറന്നു പറയുകയും കൂടി ചെയ്യുന്നൊരു പശ്ചാത്തലവും കൂടി ഉണ്ട്. എന്തായാലും ഈ പോസ്റ്റ് വളരെയധികം വൈറലായി മാറുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്തായാലും കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് അനുരാജ് പറയുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, ഇതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറൊക്കെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അനുരാജ് ഈ പോസ്റ്റ് ഇട്ടിട്ട്. എന്നിട്ട് പോലും നിർമ്മാതാക്കൾ മൗനം പാലിക്കുകയാണ്, സംഘടന മൗനം പാലിക്കുകയാണ്. സംഘടനയ്ക്ക് മറുപടി ഉണ്ടോ?